ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കം. 2025-26 വർഷത്തേക്കുള്ള ധനബില്ലുകളുടെ ചർച്ചയും വോട്ടെടുപ്പും സെഷനിൽ നടക്കും. യുഎന്നിൽ നാളെ ആരംഭിക്കുന്ന 69ാമത് CSW സെഷനിൽ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനായുള്ള ഇന്ത്യയുടെ ആശയങ്ങൾ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി അവതരിപ്പിക്കും. കാലിഫോർണിയയിലെ ചിനോ ഹിൽസിലെ ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് കേന്ദ്ര സർക്കാർ. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകൾക്ക് നിർണായക പങ്കെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് വയനാട്ടിൽ ഗോത്രപർവം പരിപാടി ഉദ്ഘാടനം ചെയ്യും. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടം ഇന്ന് ഉച്ചയ്ക്ക് 2:30. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 20 സിറ്റിംഗുകൾ ഉണ്ടാകും. 2025-26 വർഷത്തേക്കുള്ള ധനസഹായത്തിനായുള്ള ആവശ്യങ്ങളും അനുബന്ധ വിനിയോഗ ബില്ലും സംബന്ധിച്ച് ഈ സെഷനിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടാതെ ബാങ്കിംഗ് നിയമങ്ങൾ ഭേദഗതി ബിൽ, കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ, ത്രിഭുവൻ സഹകാരി സർവകലാശാല ബിൽ, ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ, റെയിൽവേസ് ഭേദഗതി ബിൽ എന്നിവയുൾപ്പെടെ നിരവധി നിയമനിർമ്മാണങ്ങൾ പാർലമെന്റ് പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി ചൊവ്വാഴ്ച പുറപ്പെടും. മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും. മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോങ്കൂളിനെ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലവുമായി ചർച്ച നടത്തുകയും ചെയ്യും. 2015 ശേഷം ശ്രീ മോദിയുടെ ആദ്യ മൌറീഷ്യസ് സന്ദർശനമാണിത്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നാളെ ആരംഭിക്കുന്ന കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ CSWയുടെ 69ാമത് സെഷനിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം പങ്കെടുക്കും. സെഷനിൽ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വിപ്ലവകരമായ ആശയങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിലും അവർ പങ്കെടുക്കും. ലിംഗസമത്വം, അവകാശങ്ങൾ, സ്ത്രീ ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള UNന്റെ ആഗോള ഇന്റർ ഗവൺമെന്റൽ സ്ഥാപനമാണ് CSW. ഈ മാസം 21 വരെയാണ് സെഷൻ. കാലിഫോർണിയയിലെ ചിനോ ഹിൽസിലെ ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് കേന്ദ്ര സർക്കാർ. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ആരാധനാലയങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർട്ടപ്പുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. PMMKSSY പ്രകാരം വികസിപ്പിച്ചെടുത്ത നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷനും ചടങ്ങിൽ അദ്ദേഹം പുറത്തിറക്കി. ഇന്നലെ മണിപ്പൂരിൽ ഇന്ത്യൻ സൈന്യവും അസം റൈഫിൾസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തു. 25 ആയുധങ്ങൾ, ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ, ഗ്രനേഡുകൾ, വെടിമരുന്ന്, മറ്റ് യുദ്ധസമാന സംഭരണികൾ എന്നിവയാണ് കണ്ടെടുത്തത്. മണിപ്പൂരിലെ ജിരിബാം, തെങ്നൌപൌൾ, കാങ്ചിങ്, ഉഖ്രൂൽ തുടങ്ങിയ മേഖലകളിലായിരുന്നു ഓപ്പറേഷൻ. ഇതിന്റെ ഭാഗമായി കണ്ടെടുത്ത ബങ്കറുകളും സുരക്ഷാസേന നശിപ്പിച്ചു. കണ്ടെടുത്ത വസ്തുക്കൾ മണിപ്പൂർ പോലീസിന് കൈമാറി. മണിപ്പൂർ പോലീസ്, CRPF, BSF, ITBP എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ഓപ്പറേഷൻ. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിൽ തീവ്രവാദികൾ 3 യുവാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം ദുഃഖകരവും ആശങ്കാജനകവുമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്തതിന് പിന്നിൽ ആഴത്തിലുള്ള ഗൂഢാലോചനയുള്ളതായി അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ജമ്മു ഡിവിഷനെ തീവ്രവാദ വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ജമ്മുവിലെത്തി സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. കത്വ ജില്ലയിൽ നിന്ന് കാണാതായ 3 യുവാക്കളുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച സുരക്ഷാസേന കണ്ടെത്തുകയായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ ഇന്നലെ രാത്രി ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ജംഷഡ്പൂർ FCയെ നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടം ഇന്ന്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. വിശദാംശങ്ങളിലേക്ക്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കിരീട പോരാട്ടത്തിന് ഇനി അല്പസമയം മാത്രം. ടൂർണമെന്റിലുടനീളം തോൽവിയറിയാതെ തുടർന്ന ഇന്ത്യ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് കളിക്കളത്തിലിറങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കിവീസിനെതിരെ 44 റൺസിന്റെ വിജയം നേടിയ ടീം കിരീടം ഉറപ്പാക്കാമെന്ന ആത്മവിശ്വാസത്തിലുമാണ്. ഇന്ത്യൻ ടീമിൽ നിന്നുള്ള മികച്ച പ്രകടനം തന്നെയാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആരാധകരും പ്രതീക്ഷിക്കുന്നത്. 2002-ലും 2013-ലും കിരീടം സ്വന്തമാക്കിയ ഇന്ത്യയ്ക്കെതിരായി ആത്മവിശ്വാസത്തോടെയാണ് ന്യൂസിലൻഡും രംഗത്തിറങ്ങുക. ഇന്ത്യയ്ക്കെതിരായ ഒരു മത്സരമൊഴികെ മറ്റെല്ലാ മത്സരങ്ങളും വിജയിച്ച ന്യൂസിലൻഡും അമിതാവേശത്തിലാണ്. 2 ക്രിക്കറ്റ് ഭീമന്മാർ തമ്മിലുള്ള ആവേശകരമായ കിരീട പോരാട്ടത്തിന് സാക്ഷിയാകാൻ ദുബായും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിവസത്തെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിനിധി സമ്മേളനത്തിൽ നയരേഖയിന്മേലുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും. തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കൽ, സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. ഉച്ചയ്ക്ക് ശേഷം റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും. വൈകിട്ട് അസ്രാമ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ബാംഗ്ലൂരുവിലെ HAL എയർക്രാഫ്റ്റ് റിവിഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിനും സന്ദർശിക്കും. ശബരിമലയിൽ ദർശനത്തിനായി നടപ്പാക്കുന്ന പുതിയ പരിഷ്കാരം മീനമാസ പൂജയ്ക്കായി 14-ന് നട തുറക്കുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇതിന്റെ ജോലികൾ അവസാനഘട്ടത്തിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. കൊടിമരത്തിന്റെ ഇരുവശങ്ങളിലുമായി ഭക്തരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴിയാകും പുതിയ ദർശന വഴി. വരി നിൽക്കുന്നവരെ വേർതിരിക്കാൻ സ്റ്റീലിന്റെ കാണിക്കവഞ്ചിയും സ്ഥാപിച്ചിട്ടുണ്ട്. 3.5 മീറ്ററോളം നീളത്തിലുള്ള ഇതിനെ കൺവെയർ ബെൽറ്റ് വഴി മഹാകാണിക്കയുമായി ബന്ധിപ്പിക്കും. 2 ദിവസത്തിനകം ജോലികൾ പൂർത്തിയാക്കാനാണ് ബോർഡിന്റെ നിർദ്ദേശം. തീർത്ഥാടകർക്ക് ദർശന സമയം 20 മുതൽ 25 സെക്കൻഡ് വരെ കൂടുതലായി ലഭിക്കുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. പുതിയ ദർശന രീതി നടപ്പിലായാലും സന്നിധാനത്തെ മേൽപ്പാലം തൽക്കാലം പൊളിക്കില്ല. അടുത്ത തീർത്ഥാടനം കഴിയും വരെ നിലനിർത്തും. തുടർന്നാവും അന്തിമ തീരുമാനമെടുക്കുക. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് വയനാട്ടിൽ. വിവിധ ഗോത്ര സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗോത്രപർവം പരിപാടി കൽപ്പറ്റയിൽ അദ്ദേഹം വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ജില്ലയിൽ വിവിധ പരിപാടികളിലും ഗവർണർ പങ്കെടുക്കും. ADM K. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആവശ്യമെങ്കിൽ പോലീസിന് കൈമാറുമെന്ന് കേരള റവന്യൂ മന്ത്രി കെ. രാജൻ. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ റിപ്പോർട്ട് സംബന്ധിച്ച കൂടുതൽ പ്രതികരണത്തിലേക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ADMന്റെ മരണത്തിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഒഡീഷ മുൻ മന്ത്രി അനന്തദാസ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ ഭുവനേശ്വറിലെ വസതിയിലായിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. അനന്തദാസിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. ഗസയിലെ വെടിനിർത്തൽ പുതുക്കുന്നതിനും ഹമാസിന്റെ തടവിലായ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കും. അമേരിക്കയുടെ പിന്തുണയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ക്ഷണം തെൽ അവീവ് സ്വീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഗസയിലെ 2ാംഘട്ട വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ സംബന്ധിച്ച് ശുഭസൂചനകളുണ്ടെന്ന് ഹമാസ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കം. 2025-26 വർഷത്തേക്കുള്ള ധനബില്ലുകളുടെ ചർച്ചയും വോട്ടെടുപ്പും സെഷനിൽ നടക്കും. UN-ൽ നാളെ ആരംഭിക്കുന്ന 69ാമത് CSW സെഷനിൽ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനായുള്ള ഇന്ത്യയുടെ ആശയങ്ങൾ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി അവതരിപ്പിക്കും. കാലിഫോർണിയയിലെ ചിനോ ഹിൽസിലെ ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് കേന്ദ്ര സർക്കാർ. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകൾക്ക് നിർണായക പങ്കെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് വയനാട്ടിൽ ഗോത്രപർവം പരിപാടി ഉദ്ഘാടനം ചെയ്യും. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടം ഇന്ന് ഉച്ചയ്ക്ക് 2:30-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.